ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ടൈം ഇപ്പോൾ ഒരു 7:30 മണിയായിട്ടുണ്ട്. ആദ്യമായിട്ട് എണീറ്റ് വന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നേരം അവൾ എണീറ്റ് ഇങ്ങനെ പുറത്തിരുന്നു. ഇനി അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ അവളുടെ മൂഡ് ശരിയല്ല. മറ്റേത് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളെല്ലാം കാണിക്കുകയൊക്കെ ചെയ്യും. ഉറങ്ങി നീറ്റൊരു മൂഡിലിരിക്കുകയാണ് അവള്. അമ്പാറ്റി തൊഴുകയാണോ? എന്താപ്പോട്ട് അതിൻ്റെ മൂക്കെത്തു, അതിൻ്റെ മൂക്കെത്തു, അതിൻ്റെ മൂക്കെവിടെ? അതോ അതിൻ്റെ മൂക്കെത്തു. അപ്പോൾ അതൊട്ടും കുറേയൊക്കെ ഓക്കെ വന്നിട്ടുണ്ട്. ഇനി അവൾക്ക് കഴിക്കാൻ കൊടുക്കലാണ് വലിയൊരു ടാസ്ക്. അപ്പോൾ അവൾക്ക് ഫസ്റ്റ് ടൈമാണ് എഗ്ഗ് ഞാൻ കൊടുക്കണത്. അപ്പോൾ ഇന്ന് എഗ്ഗ് കൊടുക്കാൻ വിചാരിച്ചു. കുറേ നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ കൊടുക്കണത് നാടൻ കോഴിമുട്ടയാണ്. മുട്ട അവൾക്ക് കൊടുക്കണത് തന്നെ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതുവിന് അതിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവളതൊരു കാരണവശാലും തരില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. കുറേ നേരം അവളതിങ്ങനെ കൈ പിടിച്ചിട്ട് എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. നമുക്ക് തരൂ. അങ്ങനെ ലാസ്റ്റ് അവളത് തന്നു. അതിന് എഗ്ഗൊന്നും വേണ്ട. അവൾക്ക് അമ്മ അവിടെ മാഗി കഴിക്കുന്നുണ്ട്. അവൾക്ക് അതാണ് വേണ്ടത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 2 വായൊക്കെ അവൾ നല്ല ഇഷ്ടത്തോടു കൂടി കഴിച്ചു. പിന്നെ അവൾ പഴയ പോലെ കളിയായി. വേറൊരു ബുദ്ധിമുട്ടുമില്ല. ഫുഡ് എങ്ങനെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പണിയായിട്ട് എനിക്ക് തോന്നണത്. ഒരു വായ ഒന്ന് കഴിക്കാൻ വേണ്ടി അത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അത് ആദ്യത്തെ കഴിക്കൽ കഴിഞ്ഞിട്ട് അവളെ കുളിപ്പിച്ചു. അതിനുശേഷം അത് അവളിപ്പോൾ കിടന്നുറങ്ങുകയാണ്. അപ്പം ഞാൻ പുരിക ഒന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി അവൾ കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ ഇപ്പോൾ ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഒരു സ്ലോ ആണ്. പക്ഷെ ആദ്യത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഇനി അവൾ ഉറങ്ങിയിട്ട് വേണം കുളിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പോയിട്ട് കുളിക്കണം. അത് കഴിഞ്ഞിട്ട് അവൾ എണീറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കും ഞാൻ. മോൾക്ക് ഞാൻ ഐബ്രോസാണ് അധികം വരച്ചെടുക്കാറുള്ളൂ. എപ്പോഴെങ്കിലൊക്കെയാണ് കണ്ണെഴുതി കൊടുക്കാറുള്ളൂ. ഒരുപാടൊന്നും എഴുതണത് എനിക്കും അധികം ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പൊട്ട് വെച്ച് കൊടുത്തു. ഉറങ്ങി കിടക്കുമ്പോൾ എൻ്റെ കുട്ടി എത്ര പാവമാണെന്ന് ഞാൻ അങ്ങനെ വിചാരിക്കും. ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രമേ എന്നോട് ഇതൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുള്ളൂ. അല്ലെങ്കിൽ തീരെ സഹായിക്കില്ല. അതുകൊണ്ട് കുളി കഴിഞ്ഞ് ഉറങ്ങിയ ഉടനെ കണ്ണെഴുതി കൊടുക്കും, പുരിക എഴുതി കൊടുക്കും. അപ്പോൾ അതുട്ട നല്ല ഉറക്കമാണ്. അവൾ കുറേ നേരം ഇനി കിടന്നുറങ്ങുന്നതാണ് തോന്നണത്. അപ്പോൾ എനിക്കിനി പോയിട്ട് കുളിക്കണം. പിന്നെ അവൾ എണീക്കുമ്പോഴേക്കും ഫുഡ് ഉണ്ടാക്കണം. ഇപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുട്ടാണ് ഉറങ്ങിക്കോട്ടെ. ഞാൻ അവൾക്കൊരു ചന്ദനക്കുറിയും 2 പൂവൊക്കെ വെച്ച് കൊടുത്തു. അവൾ എണീക്കണ വരെയാണ് ഈ ചന്ദനവും പൊട്ടൊക്കെ ഉള്ള മുഖത്ത് കാണുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് കുറച്ച് നേരം കാണട്ടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനെ കാണിക്കണത്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തിനുള്ള കോറ റെഡിയാക്കുകയാണ്. അവളവിടെ എണീറ്റിട്ട് കളിക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ കോറ എങ്ങനെ അവൾക്ക് ഉണ്ടാക്കണമെന്നുള്ളത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഹായ് മയിലെത്തു, മയിലെത്തു, മയിലെത്തൂലേ. ഹായ് പൂച്ചെത്തു, പൂച്ചെത്തു. ഹായ്, ഹലോ, ഹലോ. കഴിക്കേ, ഒന്ന് കഴിക്കേ ഉമ്പിച്ചേ. അതാ മയില് മയില്. മയിലെടുത്തു, മയിലെത്തു. അപ്പോൾ അതാ ഞാൻ എങ്ങനെയൊക്കെയോ ഫുഡ് കൊടുത്തു. അവൾ ഇരുന്നിട്ടൊന്നും കഴിക്കാൻ കൂട്ടാത്തപ്പോൾ ഞാൻ കാലുമ്പിൽ കടത്തി അവസാനം കൊടുത്തു എങ്ങനെയൊക്കെയോ കുറച്ച്. ഇപ്പോൾ അതാൾ കളിക്കുകയാണ്. ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുളമുണ്ട്. ആ കുളത്തിൽ വെള്ളം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒന്നിങ്ങോട്ട് വന്നതാണ്. വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമാണോ? അപ്പോൾ ഞങ്ങൾ കുളത്തിലൊക്കെ പോയി വന്നു. അതിനൊരു ഫസ്റ്റ് എക്സ്പീരിയൻസായി. അവളിപ്പോൾ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഈവനിങ് ഞാൻ അവൾക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടാണ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കട്ട് ചെയ്തു. ആദ്യട്ടന് ഫസ്റ്റ് ടൈമാണ് കൊടുക്കണത്. അപ്പോൾ അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ സാധനം മിൽക്കൊക്കെ കൂട്ടിയിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷെ മോൾക്ക് 1 ഇയർ ഒന്നും ആയിട്ടില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കണത്. ജ്യൂസ് പോലെ ആക്കിയിട്ട് ജസ്റ്റ് പനം കൽക്കണ്ട എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നാവും.
അങ്ങനെ ദാദുട്ടൻ്റെ ജ്യൂസ് കുടിയൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അവളെങ്ങനെ അവൾക്ക് പിടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഒന്നിങ്ങനെ നിർത്തിച്ചതാണ് അവിടെ. കുറേ നേരം പുറത്തു കൂടെയൊക്കെ നടന്നു. അത് പൂച്ചയുടെ പൂച്ചിത്തു അമ്പാട്ടി തൊഴുക, ഇങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്, ഇങ്ങനെ കാട്ട്, അമ്പാട്ടി തൊഴുക. തൊട്ടി തൊഴുതിട്ട് ഭസ്മക്കുറിയൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് നേരം അവൾക്ക് ടി വിയിൽ പാട്ടൊക്കെ വെച്ചെടുത്തു. അവൾക്ക് കണ്ണൻ്റെ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.